ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ ദഹ്റാനിലെ അൽ റാഷിദ് മാളിനകത്താണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ മാളിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറാണിത്. ബേസ്മെൻറ്റ് ഫ്ലോർ മൊത്തം പക്ക ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അറബിക് ആർക്കിടെക്ചർ ശൈലിയിലാണ്. അതായത് ഇവിടെ പഴയ സൂക്കുകളൊക്കെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കടകൾ ഇതുണ്ടല്ലേ, ഇതൊരു ആൻറ്റിക് സാധനങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. പഴയ ആ ഒരു രീതിയിലാണ് ഈ ഷോപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് ഡൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പഴയ ആ രീതിയിലുള്ള ടൈപ്പ് ഓഫ് റെസ്റ്റോറൻ്റ് ആണിത്. ഇരിപ്പിടങ്ങളും ഇതൊക്കെ ഇത് പഴയ ഇവരുടെ ഒരു കൾച്ചറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. ഇതൊരു ബോട്ടിക്കാണ്, ഇവിടുത്തെ ഒരു ലേഡീസ് ബോട്ടിക്കാണ്. ഇതല്ലേ ഒരു പക്ക ട്രഡീഷണൽ ആയിട്ട് ചെയ്ത ഒരു ബോട്ടിക്ക്, ചെറിയൊരു ബോട്ടിക്കാണ്. സോറി, ഇതിനകം പക്ക മോഡേൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ആ ഒരു ട്രഡീഷണൽ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. അതുപോലെ ഇത് ഒരു ഊത് പെർഫ്യൂംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ പക്ക ആ ഒരു പഴയ ട്രഡീഷണൽ രീതിയിലുള്ള ഷോപ്പ് തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ എലിവേറ്റേഴ്സും ലിഫ്റ്റും ഒക്കെ ഉണ്ട്. അതിന് ചുറ്റും ഇതുപോലെ ഡൈനിങ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ആളുകൾക്ക് ഇരുന്ന് ഇങ്ങനെ നടുക്കൊരു വാട്ടർ ഫൗണ്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടൊക്കെ ആസ്വദിച്ച് ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയൊരു രീതിയിലാണ് ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു ഏരിയ ആണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിന്. അതിൽ അതിൻ്റെ മിഡിൽ വരുന്ന ഈ ഭാഗങ്ങളിലൊക്കെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. സൈഡിലൊക്കെ ഷോപ്പുകൾ, ഇവിടെ ഒരു ജ്വല്ലറി ഒക്കെ ഉണ്ട്. നമ്മളിതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിൽ നടക്കുമ്പോൾ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇതൊരു വലിയൊരു മാളിനകത്താണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. പഴയൊരു സൂക്കിനകത്ത് നടക്കുന്ന അതേ പ്രതീതിയാണ്. ഇതിൻ്റെ കണ്ടില്ല, സീലിംഗ് ഒക്കെ പഴയ പനമ്പ് അതുപോലെ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമല്ലോ, ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തം അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നടുക്കൊക്കെ ഇതുപോലുള്ള പെർഫ്യൂംസിൻ്റെ ചെറിയ ചെറിയ സ്റ്റാളുകൾ. അവിടെ വേറെ അതൊരു റിലീജിയസ് അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഷോപ്പാണത്. പിന്നെ ഇവിടെ ജ്വല്ലറി. ഇവിടെ അവരുടെ പഴയൊരു വീട്, ട്രഡീഷണൽ വീടിൻ്റെ ആ ഒരു ചെറിയൊരു മിനിയേച്ചർ രൂപം പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ജനാലകൾ, വാതിലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെറിയൊരു ഡെമോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിങ്ങനെ ഒരു പണ്ടത്തെ ഒരു അവരത് ഇങ്ങനെ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇതിൻ്റെ വേറൊരു ഭാഗത്തും ഇതുപോലെ തന്നെ ഒരു ഫുഡ് കോർട്ടാണ്. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ മുന്നിൽ പഴയ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തുമ്പോൾ ബേസ്മെൻറ്റിൽ കണ്ട കാഴ്ചകളേ അല്ല, തികച്ചും മോഡേൺ ആയിട്ടുള്ള എന്താ പറയുക ഒരു പ്ലേസിലേക്കാണ് നമ്മൾ വരുന്നത്. എൻ്റെ ബേസ്മെൻറ്റ് തികച്ചും ട്രഡീഷണലായിട്ടും ബാക്കിയുള്ള മുകളിലേക്കുള്ള നിലകളെല്ലാം പക്ക മോഡേൺ ആയിട്ടുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ മാളിൻ്റെ എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് വലിയൊരു മാളാണ്. അതായത് വലിയൊരു ലോകം എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്നൊരു മാളാണിത്, അൽ റാഷിദ് മാൾ. ഈ കോബാറിലുള്ള ആളുകൾക്കും അറിയാമായിരിക്കും. ഇത് ഇവിടുത്തെ കോബാർ ഈസ്റ്റേൺ പ്രൊവിൻസിലൊക്കെ ഉള്ള അറബികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ അൽ റാഷിദ് മാൾ. കാരണം ഇത് ഒരു ലക്ഷറി മാളാണ്. ഇവിടുത്തെ എന്താ പറയുക, സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു മാളാണിത്. ഇതങ്ങനെ കുറേ വളഞ്ഞ് അങ്ങനെ വലിയൊരു ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന മാളാണ്. ഇതിൻ്റെയും ഒരുപാട് എക്സ്റ്റൻഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഇത് നമ്മൾ കണ്ടു തീരില്ല. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണിത്. basement
ഏരിയയിൽ. ഇവിടെ താഴെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഇത് ഈ മാളിനകത്തൊരു ബേക്കറിയാണ്. ബേക്കറി മീൻസ് ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതല്ലേ ഡേറ്റ്സ്, ഇവിടെ വരുമ്പോൾ എൻ്റെ കുക്കീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ മാളിൻ്റെ ഒരു മിനിയേച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം വലിയൊരു മാളാണെന്ന്. ഇത് നമ്മൾ എന്താ പറയുക, ഇത് മൊത്തം കണ്ടു തീർക്കണമെങ്കിൽ ഒരു പകൽ മൊത്തം വേണ്ടി വരും. അത്രയും ഏരിയ ഉള്ളൊരു മാളാണ് ഇത്. കണ്ടില്ലേ, പിന്നെ മിനിയേച്ചർ കാണുമ്പോൾ തന്നെ. ഇതുകൂടാതെ ഇനിയിപ്പോൾ ഇത് എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ. വലിയൊരു ക്യാമ്പസിലാണ് ഇത് സാധനം സ്ഥിതി ചെയ്യുന്നത്. ഈ മാളിൻ്റെ പുറകിൽ ഇവരുടെ തന്നെ ഒരു റെസിഡൻസ് അപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അത് മിനിയേച്ചറിൽ കാണാം നമുക്ക്. ഇതിൻ്റെ ഈ പുറകു വശത്ത് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ റെസിഡൻസ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ഒരു സൈഡിലാണ് ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്ത്. അതും ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെയാണ് വരുന്നത്. ഈ മാള് നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ഭാഗവും ഷൂട്ട് ചെയ്യാൻ ടാസ്ക്കുമാണ്. കാരണം വെച്ചാൽ ഇത് എസ്പെഷ്യലി ഇവർ അറബ്സ് ആയതുകൊണ്ട് ഇവരുടെ ഷൂട്ടിങ് വളരെ ബുദ്ധിമുട്ടാണ്. ചില ആളുകൾക്ക് ക്യാമറ പറ്റില്ല, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യാൻ പ്രശ്നമുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. കാരണം ഇതിങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡായി കൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മാള്. ഇതല്ലേ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഷോപ്പ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പൺ ആവാനുള്ളതാണ്. ഈ മാളിനകത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാലും പിന്നെ ഇവിടുത്തെ ഉള്ള ഇതിലെന്തൊക്കെയുണ്ട്, നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് അതൊക്കെ ആക്സസ് ചെയ്യാനും ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ മാളിലെ വിശദ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു മാപ്പ്. ഈ മാപ്പ് തന്നെ അത്യാവശ്യം വലുതാണ്. ഇവരുടെ ഈ ക്യാമ്പസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് വരുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫുട്വെയർ, ഫർണിച്ചർ, സർവീസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ക്ലോത്ത്സ്, ഫാഷൻ, എല്ലാ സ്റ്റോറുകളും ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ബ്രാൻഡഡ് ഷോറൂമാണ് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഇവിടെ കൂടുതൽ ആളുകളും ഈ മീൻസ് വിദേശികളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ എവിടെയാണ് എന്താണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനൊക്കെ വളരെയധികം ഈസി ആയിരിക്കും. ഇതെല്ലാ ഫ്ലോറിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബേസ്മെൻറ്റ് ഫ്ലോറിൽ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ ഈ ഫൗണ്ടൻ ഈ ബിൽഡിങ്ങിൻ്റെ അത്രയും ഉയരത്തിൽ ഇങ്ങനെ കൊണ്ടും അത് ഇടയ്ക്ക് ഓഫാവും, പിന്നെയും അവരത് പ്രവർത്തിപ്പിക്കും. അതിവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ വളരെയധികം ഒരു എന്താ പറയുക എൻജോയ്മെൻ്റ് ഉള്ള പരിപാടിയാണ്. അതിൻ്റെ ചുറ്റിലൊക്കെയാണ് താഴെ കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ളത്. നല്ല ഭംഗിയാണ്. ഒരു ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ആ വെള്ളം കണ്ടില്ലേ, അത് നിന്നു. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും അത് അവർ പ്രവർത്തിപ്പിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കാരണം ഇത് ഷൂട്ട് ചെയ്താലും ഒരുപാട് ഏരിയ കിടക്കുന്നതുകൊണ്ട് നമുക്ക് മൊത്തം കാണിക്കാൻ എന്തായാലും കഴിയില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.